اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ള ആളുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ അല്ലാഹു അവന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികളെ, നാം ഇഷ്ടപ്പെടുന്ന അനവധി കാര്യങ്ങളുണ്ട്. ഓരോരുത്തർക്കിടയിലും അതിന്റെ തോതുകളിൽ വൈവിധ്യമുണ്ടാവാം. പലരും പലതിനെയുമാണ് വളരെ ആധിക്യത്തോടുകൂടി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിനോടുമുള്ള ഇഷ്ടവും സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ വിശദീകരിക്കാതെ എല്ലാവർക്കും അറിയാം. ഒരു വേള നാം ഇഷ്ടപ്പെടുന്നവയെല്ലാം നമ്മോട് ചേർന്നു നിൽക്കുന്നവയാണ്. ഒന്നുകിൽ നമ്മുടെ മാതാപിതാക്കള്, മക്കള്, സഹോദരങ്ങൾ, ഇണകള്, അതേപോലെ തന്നെ ബന്ധുക്കള്, നമ്മുടെ സമ്പത്ത്, കച്ചവടം, വീട്, വാഹനം, ഇതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വെക്കുന്ന ചിലതാണ്. വിശ്വാസികളെ, ഇവയോടൊക്കെ നമുക്ക് ഇഷ്ടവും സ്നേഹവും ഉണ്ടാവണം. എന്നാൽ ഇവയേക്കാളെല്ലാം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നാം ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമയും ബാധ്യതയും രണ്ടാഴ്ചകളിൽ നമ്മൾ വിശദമായി
ചർച്ച ചെയ്തു പോന്നതാണ്. അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ വിലയിരുത്തേണ്ട പ്രവാചകനോടുള്ള ബാധ്യത എന്ന നിലയ്ക്ക്, പ്രവാചകനോടുള്ള നമ്മുടെ കടമ എന്ന നിലയ്ക്ക് ഞാനും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന എല്ലാത്തിനേക്കാളും നാം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം എന്നതു തന്നെയാണ്, സ്നേഹിക്കണം. വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം 24-ാമത്തെ ആയത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 8 കാര്യത്തെ അള്ളാഹു പറഞ്ഞിട്ടാണ് പറയുന്നത്, ഇതിനേക്കാൾ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗത്തെയും നിങ്ങൾ ഇഷ്ടപ്പെടണം. അതല്ല, അതിനേക്കാൾ വലുത് ഈ 8 കാര്യങ്ങളാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ കാത്തുകൊള്ളണമെന്നാണ് അള്ളാഹു ആയത്തിൽ പറഞ്ഞു. നബിയെ പറഞ്ഞു കൊടുക്കണം, ഇൻഖാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കളായിരുന്നാലും അഥവാ മാതാപിതാക്കളായിരുന്നാലും, വഅബ്നാഉക്കും, നിങ്ങളുടെ സന്താനങ്ങളായിരുന്നാലും, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളായിരുന്നാലും, വഅസ്വാജുക്കും, നിങ്ങളുടെ ഇണകളായിരുന്നാലും, വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബങ്ങളായിരുന്നാലും, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തായിരുന്നാലും, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങളായിരുന്നാലും, വമസാകിന തർലൗനഹ, നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളായിരുന്നാലും, അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ളത്, ഈ പറഞ്ഞ 8 കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ളത്. ഏതിനേക്കാൾ? മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും, വജിഹാദിൻ ഫീ സബീലിഹി, അവന്റെ മാർഗത്തിലുള്ള ത്യാഗത്തെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫതറബ്ബസു, നിങ്ങൾ കാത്തുകൊള്ളണം, നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം, ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിന്റെ കൽപ്പന നിങ്ങൾക്ക് വരുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നത്, ആ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതാ നോക്കും നിങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം നാമുമായി ഏറ്റവും ബന്ധമുള്ളതാണ്. എങ്കിൽ നോക്കൂ നിങ്ങൾ, നമുക്ക് ഈ ബന്ധമുള്ളതിനേക്കാളും നമുക്കേറെയും ഇഷ്ടവും പ്രിയമുണ്ടാവേണ്ടത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമാണ് എന്നാണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ കാത്തുകൊള്ളണമെന്നാണ് ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ആരാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് കഴിഞ്ഞ ആ ആയത്തുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ എന്താണ് വിശദമായി പറഞ്ഞിട്ടുണ്ട്. 3-ാം അധ്യായം 164-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒരു അനുഗ്രഹമായിട്ടാണ് ആ അന്ന പ്രവാചകന് നൽകിയത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വിശ്വാസികളോട് ഏറ്റവും കരുണയുള്ളവനാണ് എന്ന് സൂറത്ത് തൗബയിലെ 128-ാമത്തെ ആയത്തിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, നമ്മൾ ഇഷ്ടപ്പെടണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ശരീരത്തെക്കാളും നാം അനുഭവിക്കുന്ന എല്ലാത്തിനേക്കാളും നാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മുഅ്മിനാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം പിതാവിനെയും സന്താനത്തെയും മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, നിങ്ങളിൽ വിശ്വാസം പൂർണ്ണമാവുകയില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ, 3 കാര്യം ഒരാളിൽ സമ്മേളിച്ചാൽ അയാൾ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അതിലൊന്ന് പറയുന്നത് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, മറ്റെന്തിനേക്കാളും അല്ലാഹുവും റസൂലും അവന് ഇഷ്ടപ്പെടുന്നവരും ആവുക എന്നതാണ് ബുഖാരി ഉദ്ധരിക്കുന്ന 16-ാമത്തെ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനേക്കാളും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ ഇഷ്ടപ്പെടണം. ഈ സന്ദേശങ്ങളും അതേപോലെ തന്നെ ഓർമ്മപ്പെടുത്തലുകളും കേട്ട സ്വഹാബികൾ എല്ലാത്തിനേക്കാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്ന് നമുക്ക് പ്രവാചകന്റെ സ്വഹാബിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്.
അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുകയാണ്, എങ്ങനെയായിരുന്നു നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാചകമുണ്ട്, കാന വല്ലാഹി അഹബ്ബു ഇലൈന മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതുനാ വമിനൽ മാഇൽ ബാരിദി അലൽ ലംഇ എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ സമ്പത്തിനേക്കാളും മക്കളെക്കാളും പിതാക്കളെക്കാളും മാതാക്കളെക്കാളും ദാഹിക്കുമ്പോൾ ലഭിക്കുന്ന തണുത്ത വെള്ളത്തെക്കാളും പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടണം. ഇന്ന് നമ്മൾ കാണുന്ന പേക്കൂത്തുകളല്ല, ഇന്ന് നമ്മൾ കാണുന്ന വഴിവിട്ട മാർഗങ്ങളല്ല ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നത്. ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ട മാർഗം എന്ന് പറയുന്നത് മൻ അഹബ്ബ സുന്നത്തി, ആരാണോ എന്റെ ചര്യയെ ഇഷ്ടപ്പെടുന്നത് അവൻ എന്നെ ഇഷ്ടപ്പെടുന്നവനാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്താണോ നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. എന്താണോ വിരോധിച്ചത് അത് നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യണം. കൽപ്പനകളെ സ്വീകരിച്ച് വിരോധങ്ങളെ മാറ്റിവെച്ച് അതാണ് പ്രവാചകനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കലെന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും നമുക്ക് വായിക്കാൻ സാധിക്കുകയാണ്. സ്വഹാബികൾ പ്രിയപ്പെട്ടവരെ അവിടെ ശരീരം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംരക്ഷണം കൊടുത്ത് പ്രവാചകനെ അവർ സ്നേഹിച്ചിട്ടുണ്ട്. ആ ആയത്തിൽ പറഞ്ഞ എല്ലാത്തിനേക്കാളും അവർ പ്രവാചകനെ ഇഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങളെ, അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂല് എന്ന് പറയുന്ന കപട വിശ്വാസികളുടെ നേതാവിന്റെ മകന് ഉബയ്യിബിൻ സുലൂല് അദ്ദേഹം എന്താണ് ഒരു തണലിൽ നിൽക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം പോയപ്പോലെ പൊടിപാറി. ആ ഒരു സന്ദർഭത്തിൽ എന്താണ് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മോശമായി പെരുമാറുകയും ചെയ്തപ്പോൾ മകൻ പ്രവാചകനോട് പറയുന്നൊരു വാചകമുണ്ട്, വല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യം കൊണ്ട് നിയോഗിച്ചവൻ തന്നെയാണ് സത്യം. ലൗ അമർത്തനി, താങ്കളെങ്ങാനും എന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ ലാതൈനാക ബിറൈസിഹി, അദ്ദേഹത്തിന്റെ തലയുമായി ഞാൻ താങ്കൾ അരികിൽ വരുമെന്നാണ് മുനാഫിഖുകളുടെ നേതാവായ ആ ഉബയ്യിബിൻ സുലൂലിന്റെ മകന്. അദ്ദേഹം വിശ്വാസിയാണ്. വാപ്പ കാണിച്ച തെമ്മാടിത്തരത്തിന്, വാപ്പ കാണിച്ച അധർമ്മത്തിന് പകരം വീട്ടാനും അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കൾ അനുവാദം നൽകുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ തലയുമായി വരാൻ റെഡിയാണെന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന സ്വഹാബികളെയാണ് പ്രിയപ്പെട്ടവരെ നാം കാണുന്നത്. പ്രവാചകൻ സ്വന്തം പിതാവിനേക്കാൾ പ്രവാചകന് മുൻഗണന കൊടുത്തതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബദറിന്റെ രണാങ്കണത്തിലെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ തല വെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള തടസ്സം നീക്കിയത് നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ശത്രുവിന്, പ്രവാചകന്റെ ശത്രുവിന് എന്തിന് ഞാൻ പിറകോട്ട് നിൽക്കണമെന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. പലതവണ വാപ്പയെ തന്റെ വാളിന്റെ മുമ്പിൽ കണ്ടപ്പോഴും വാപ്പയാണെന്ന് വിചാരിച്ചു മാറി നിൽക്കുകയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ശത്രുവിനെ, അള്ളാഹുവിന്റെ പ്രവാചകനോട് നേരെ പോരാടുന്നവനെ എന്തിനു ഞാൻ മാറ്റി നിർത്തണമെന്ന് വിചാരിച്ചാണ് അദ്ദേഹത്തിന്റെ തലയെറുത്തുകൊണ്ട് അവിടെയുള്ള തടസ്സം മാറ്റുന്നത്. അതാണ് സ്വഹാബികളുടെ മാതൃക. സ്വന്തം പിതാക്കളെക്കാൾ അവർ പ്രവാചകനെയാണ് ഇഷ്ടപ്പെട്ടത്. ഇണയെക്കാളും സഹോദരങ്ങളെക്കാളും ഇഷ്ടപ്പെട്ടു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ബനൂ ദീനാർ ഗോത്രത്തിലെ ഒരു സ്ത്രീ ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി മദീനയിലും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും വ്യാപകമാവുകയാണ്. യുദ്ധം കഴിഞ്ഞ് മുസ്ലിം സൈന്യം മദീനയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കെ ചിലർ ഈ സ്ത്രീയോട് പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവും സഹോദരനും കൊല്ലപ്പെട്ടിരിക്കുന്നു. അവർക്കറിയേണ്ടത് അവരുടെ ഭർത്താവ് മരിച്ചതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മകൻ മരിച്ചതിനെ സംബന്ധിച്ചോ സഹോദരൻ മരിച്ചതിനെ സംബന്ധിച്ചോ അല്ല,
നേരെ മറിച്ച് അദ്ദേഹത്തിന് അവർക്ക് കാണാൻ തിടുക്കമുള്ളത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലതും സംഭവിച്ചോ എന്നാണ്. എനിക്ക് പ്രവാചകനെ കാണിച്ചു തരൂ എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ, അങ്ങേക്ക് ഒന്നും പറ്റാതെ രക്ഷപ്പെട്ട ശേഷം മറ്റു മുസീബത്തുകളെല്ലാം എനിക്ക് നിസാരമാകുന്നു എന്ന് പറയാൻ ആ സഹോദരിക്ക് സാധിക്കുകയാണ്. ഭർത്താവിനേക്കാളും അതേപോലെ തന്നെ സഹോദരനേക്കാളും ഒക്കെ മുൻഗണന കൊടുത്തത് അള്ളാഹുവിന്റെ റസൂലിനാണ്. റസൂലിനൊരു പോറലും ഏറ്റിട്ടില്ലെങ്കിൽ അതാണ് എനിക്ക് എല്ലാ വിഷമത്തെക്കാളും എനിക്ക് ഏറ്റവും ഖൈറായെന്ന് പറയാൻ സ്വഹാബ വനിതകൾക്ക് സാധിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനേക്കാള് മക്കളെക്കാൾ അവർ പ്രവാചകനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അബൂ സലമയും ഉമ്മു സലമയും മകനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഹിജറയ്ക്കു സന്നദ്ധമാകുന്നത്. ഹിജറക്കൊരുങ്ങുമ്പോൾ മകനെ നൽകുന്നില്ല, മകനെ കൊടുത്തയക്കുന്നില്ല. അബൂ സലമയെ സംബന്ധിച്ചിടത്തോളം മകനോട് അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ട്. പക്ഷേ തന്റെ കുടുംബം തന്റെ കൂടെ പോരാൻ തന്റെ ചെറിയ മകനെ അനുവദിക്കാതിരുന്നപ്പോൾ ആ മകനെ ആ മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പോവാൻ പ്രിയപ്പെട്ടവരെ അബൂ സലമ റളിയല്ലാഹു അൻഹു റെഡിയാവുകയാണ്. ഉമ്മു സലമയും കൂടെ ചേർന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടത്. അവർക്കൊക്കെ വലുത് അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു. അവരുടെ പിതാക്കളെക്കാളും മാതാക്കളെക്കാളും ഭർത്താവിനേക്കാളും ഭാര്യയെക്കാളും സഹോദരങ്ങളെക്കാളും ഒക്കെ അവർ മക്കളെക്കാളും ഒക്കെ അവർ മുൻഗണന കൊടുത്തത് പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുകയാണ്. ഇനിയുമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് ചരിത്രങ്ങൾ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ലാ തംനഉ നിസാഅകും അൽ മസാജിദ ഇദസ്തഇദനകും ഇലൈഹ. ഇബ്നു ഉമറിന്റെ മകൻ ബിലാൽ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാചകമാണ്, നിങ്ങളോട് പള്ളിയിലേക്ക് പോവാൻ നിങ്ങളുടെ സ്ത്രീകൾ അനുവാദം ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ അവരെ തടയരുത് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ഉമറിന്റെ മകൻ ബിലാൽ പറയുകയാണ്, അള്ളാഹു തന്നെയാണ് സത്യം, നമ്മൾ അവരെ തടയുക തന്നെ ചെയ്യുമെന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായി ശകാരിച്ചു എന്നും വാപ്പ ഇത്ര രോഷാകുലനാകുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന് മറ്റൊരു മകനായ സാലിം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ് മകനോട്, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ നിന്നോട് പറയുമ്പോൾ വല്ലാഹി നീ പറയുകയാണ് ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്യുമെന്ന്. വളരെ ശക്തമായിട്ടാണ് അദ്ദേഹത്തോട് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അവർ പ്രവാചകന് കൊടുത്ത സ്നേഹത്തിന്റെ വിലയാണ് പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമ്പത്തിനേക്കാൾ പ്രവാചകനെ ഇഷ്ടപ്പെട്ടു. ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ലത് കടം കൊടുക്കാനുള്ളത് എന്ന വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 245-ാമത്തെ ആയത്തിറങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ് വഇന്നല്ലാഹ യുരീദു മിന്നൽ ഖർള ഖാല നഅം യാ അബൂ ദഹ്ദാ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളിൽ നിന്ന് കടം സ്വീകരിക്കാൻ താങ്കൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതാ ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്. 600 ഈത്തപ്പനകളുള്ള എന്റെ തോട്ടം ഇതാ റബ്ബിന് കടം കൊടുത്തിരിക്കുന്നു. അവിടെ താമസിക്കുന്ന ഭാര്യയോടും മക്കളോടും അദ്ദേഹം ചെന്നുകൊണ്ട് പറയുന്ന വാചകമുണ്ട് ചരിത്രങ്ങളിൽ, അല്ലയോ ഉമ്മത്ത് ദഹ്ദാ, തോട്ടത്തിൽ നിന്ന് പുറത്തു കടക്കണം. ഞാനിതാ 600 ഈത്തപ്പനകളുള്ള എന്റെ തോട്ടം റബ്ബിന് കടം കൊടുത്തിരിക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധമായി സ്നേഹിച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വരുന്ന കൽപ്പനകൾ പാലിക്കാൻ യാതൊരു വിഷമവും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. വീടിനേക്കാൾ അവരെ അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെട്ടു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുകയാണ്. പ്രവാചകൻ ഹിജറ പോയി മദീനയിലെത്തുകയാണ്. അവിടെ അബു അയ്യൂബിൽ അൻസാരിയുടെ വീട്ടിലാണ് പ്രവാചകൻ താമസമാക്കുന്നത്. മുകളിൽ താമസമാക്കാൻ പ്രവാചകനോട് പറയുമ്പോൾ പ്രവാചകൻ മുകളിൽ താമസിക്കുന്നില്ല, വിസമ്മതിക്കുകയാണ്. രാത്രി മുഴുവനും റസൂലിന്റെ തലക്ക് മീതെ നടക്കുകയോ എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയെന്ന്
ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുകയാണ്. നേരം പുലരുന്നത് വരെ ഒരു മൂലയിൽ ചുരുണ്ടിരുന്ന് നേരം പുലർന്നപ്പോൾ പ്രവാചകനോട് പറയുന്നത്, അങ്ങ് കിടക്കുന്ന തട്ടിന് മീതെ ഞാൻ ഒരിക്കലും നടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ മുകളിൽ താമസിക്കില്ലെന്ന് പറയുന്ന സ്വഹാബികളെയാണ് പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും വെളുത്തുള്ളിയിട്ട ഭക്ഷണം റസൂലിന് നൽകിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എനിക്കത് ഇഷ്ടമില്ല, ഞാനത് വെറുക്കുന്നു, നിങ്ങൾക്കത് തിന്നുന്നതിൽ വിരോധമില്ല എന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് ഇഷ്ടമില്ലാത്തത് എനിക്കും ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് പ്രവാചകന്റെ അനുയായികളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയാ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഉള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മാർഗവും സ്വീകരിക്കാതെ അള്ളാന്റെ റസൂലിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് എല്ലാ തെമ്മാടിത്തവും ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് കാണുന്നത് അല്ലേ. നോക്കൂ നിങ്ങൾ, സ്വന്തം ശരീരത്തെക്കാൾ അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടു. ത്വൽഹത്ത് ഇബ്നു ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു സ്വഹാബിയാണ്. ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വന്ന അമ്പുകൾ കൈകൾ കൊണ്ട് തടഞ്ഞ് കൈവിരലുകൾ മുറിഞ്ഞാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുന്ന ഒരു വാചകമുണ്ട്, മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ യംശി അലൽ അർളി ഖദ് ഖലാ നഹബഹു ഫൽയൻദുർ ഇലാ തൽഹ. ആരെങ്കിലും മരിച്ചയാൾ ഭൂമിയിലൂടെ നടക്കുന്നത് കാണണമെങ്കിൽ ഇതാ ത്വൽഹയെ നോക്കൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹയെ ചൂണ്ടിക്കാണിക്കു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഉഹുദിലെ 7 യുവാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വരുന്ന അമ്പുകളെ തടഞ്ഞു നിർത്താൻ പരിശ്രമിക്കുമ്പോൾ അതിലെ 70-ലേറെ മുറിവുകൾ സംഭവിച്ച അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ യുദ്ധം കഴിഞ്ഞപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിക്കുകയാണ്, ഓരോ അമ്പുകൾ വരുമ്പോഴും മാറണമെന്ന് തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയുണ്ട്, ഞാൻ മാറിയാൽ, ഞാൻ എങ്ങാനും മാറി നിന്നാൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരിശുദ്ധമാക്കപ്പെട്ട ശരീരത്തിലാണല്ലോ അത് പതിക്കുക എന്നോർത്തു പോയപ്പോൾ ഓരോ അമ്പുകൾ വരുമ്പോഴും എനിക്ക് മാറാൻ സാധിച്ചില്ലെന്ന് പറയുന്ന അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ പ്രവാചകനെ സ്നേഹിച്ചതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും വിഭിന്നമല്ല പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവളിൽ തറച്ച ആണി സ്വന്തം പല്ലുകളെ കൊണ്ട് പറിച്ചെടുത്ത് മുൻപല്ലുകൾ നഷ്ടപ്പെട്ട സ്വഹാബിയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവുമൊക്കെ വായിച്ചാൽ തീരാത്തത്ര വിശാലമാണ് പ്രിയപ്പെട്ടവരും. പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വന്ന അമ്പുകളെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയതിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കണം. ബിലാൽ പ്രവാചകനില്ലാത്ത മദീനയിൽ ബാങ്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നാട് വിട്ടതാണ് പ്രിയപ്പെട്ടവരെ ബിലാൽ റളിയല്ലാഹു അൻഹു. പിന്നീട് ബാങ്ക് വിളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിർബന്ധിച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പൂർണ്ണമാക്കി ഉച്ചരിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചിട്ടില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ സ്വഹാബികളൊക്കെ പ്രവാചകനോട് കാണിച്ച സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അബ്ദുല്ലാഹി ബിൻ മുഗഫിൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ, ഒരാൾ കല്ലുകൊണ്ട് മൃഗത്തെ എറിയുകയാണ്. അങ്ങനെ ചെയ്യരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വെറുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അയാൾ എറിഞ്ഞപ്പോൾ, ഇല്ല ഇനി നിന്നോട് ഞാൻ കുറെ കാലം സംസാരിക്കില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കാണ്. സൗബ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങേയറ്റത്തെ വിഷമത്തോടുകൂടി ഇരിക്കുന്നത് പ്രവാചകൻ കാണുകയാണ്. പ്രവാചകൻ ചോദിക്കാണ്, എന്താണ് ഇത്ര ദുഃഖിതനായി? അദ്ദേഹം പറയുന്നത്, ഇപ്പൊ ഏതു സമയത്ത് വന്നാലും നിങ്ങളെ കാണാൻ പറ്റും, എന്നാൽ മരണാനന്തരം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലാണെങ്കിൽ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ പദവിയിലേക്ക് എത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അവിടെയാണ് പ്രിയപ്പെട്ടവരെ മരിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്റെ കൂടെ ആവില്ലെന്നും പ്രവാചകനെ കാണാൻ കഴിയില്ലെന്നും വിചാരിക്കുമ്പോഴാണ് സങ്കടത്തോടുകൂടി സൗബ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത്. അവിടെയാണ് ജിബ്രീൽ വന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 69-ാമത്തെ ആയത്ത് ഓതിക്കൊടുക്കുന്നത്. എന്താണെന്ന്, വമയുതിഇല്ലാഹ വറസൂല
ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത് ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്, പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെയാണ് എന്ന് പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലൊരു സമാധാനം അവർക്കൊക്കെ കിട്ടുന്നത്. ജാരിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുകയാണ്. ജുലൈബീബ് എന്ന് പറയുന്ന സ്വഹാബി വിരൂപനാണ്, കുറിയവനാണ്. തനിക്കും ഒരു വിവാഹത്തെ കുറിച്ചുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇണയെ കൊടുക്കാൻ ആളുകൾ അദ്ദേഹത്തിന്റെ വൈരൂപ്യം കാരണം സന്നദ്ധമാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്കും ഒരു വിവാഹം വേണമെന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോൾ ധനാഢ്യനും പ്രമുഖനുമായ ഒരു വ്യക്തിയുടെ സുന്ദരിയായ മകളെ കാണാൻ അദ്ദേഹത്തെ പ്രവാചകൻ വിടുകയാണ്. വന്ന കാര്യം പിന്നെ കുടുംബാംഗങ്ങളോട്, പിതാവിനോടും മാതാവിനോടും പറഞ്ഞപ്പോ പിതാവ് പറയുകയാണ്, മാതാവിന്റെ അഭിപ്രായം കൂടി അറിയട്ടെ. ആ മാതാവ് പൊട്ടിത്തെറിക്കുകയാണ്, വിരൂപനായ നിനക്ക് വിവാഹം ചെയ്തു തരികയോ, സുന്ദരിയായ എന്റെ മകളെ ഒരുപാട് സുന്ദരന്മാരെ വന്നിട്ട് പോലും ഞാൻ അവളെ വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞയക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ജാരിയ റളിയല്ലാഹു അൻഹു എന്ന ആ പെൺകുട്ടി എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നൊരു വാചകമുണ്ട്, പ്രവാചകനല്ലേ പ്രിയപ്പെട്ട വാപ്പ ഇങ്ങോട്ട് എന്നെ കാണാൻ അദ്ദേഹത്തെ അയച്ചത്, മാനിക്കാതെ വിട്ടുവിടുന്നത് പ്രവാചകനെ അപമാനിക്കലല്ലേ? എനിക്ക് വേണ്ടി റസൂൽ അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടുവെങ്കിലും എന്തുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടുകൂടാ എന്ന് ചോദിക്കുന്ന മകളെയാണ് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുന്നത്. അവരുടെ വിവാഹം വളരെ ഭംഗിയായി നടന്നു. എന്നാൽ കേവല ദിവസങ്ങൾക്കിടയിൽ ഒരു യുദ്ധരംഗത്തെ ജുലൈബീബ് റളിയല്ലാഹു അൻഹു 7 പേർക്കിടയിൽ രക്തസാക്ഷിയായി കിടക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത്. ആ സ്വഹാബിയെ നോക്കിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഹാദാ മിന്നീ വഅന മിൻഹും, ഞാനത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്യുന്നത്. ബദറിലെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും ഉറക്കൊഴിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ കാവൽ നിന്നിട്ടുണ്ട്. ഉഹദിലെ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കാവൽ നിന്നിട്ടുണ്ട്. ഖന്തക്കിലും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പ്രവാചകനെ കാവൽ നിന്നിട്ടുണ്ട്. അവരൊക്കെ ഉറക്കമൊഴിച്ചും ക്ഷീണിച്ചും പ്രയാസപ്പെട്ടും പ്രവാചകനോട് ചേർന്ന് നിന്നത് ആ പ്രവാചകനോടുള്ള ഇഷ്ടമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുന്നില്ലേ, അദ്ദേഹം ഒന്ന് മുന്നിലേക്ക് പോകും, ഒന്ന് പിന്നിലേക്ക് വരും, ഒരു സൈഡിലേക്ക് മാറും, വലതുഭാഗത്തേക്ക് മാറും. ഇങ്ങനെ മാറി മാറി പ്രവാചകന് വല്ലതും സംഭവിക്കുമോ, ശത്രുക്കൾ വന്ന് പ്രയാസമുണ്ടാകുമോ എന്ന് വിചാരിച്ചാണ് അദ്ദേഹം ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് കാണിച്ച സ്നേഹത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മുള്ള് പോലും തറയ്ക്കുന്നത് അവരാരും ഇഷ്ടപ്പെട്ടില്ല. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൻഈം എന്ന കുന്നിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ക്രൂശിക്കാൻ ഒരുങ്ങുമ്പോ, നിങ്ങളുടെ ഈ സ്ഥാനത്ത് പ്രവാചകൻ നിൽക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് സുരക്ഷിതമായി പോകുമ്പോൾ എന്ന് ചോദിക്കുമ്പോ ആ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞ ഖുബൈബിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ ആ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി നമുക്ക് വായിക്കാൻ സാധിക്കും. അതിനാൽ ദീന് പൂർണ്ണമാവണമെങ്കിൽ സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ നാം പ്രവാചകനെ സ്നേഹിക്കണം. അതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എങ്ങനെയാണ് അവർ സ്നേഹിച്ചത്? അവർ അനുസരണമുള്ളവരായിരുന്നു. അവർ പ്രവാചകനെ പിന്തുടർന്നും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് അവർക്ക് വെറുപ്പ് തോന്നിയില്ല. നബിചര്യയിൽ സ്വന്തമായി ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. ദീനിൽ പല പുതുതായൊന്നും അവർ കൂട്ടിച്ചേർത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എത്തിക്കാൻ അവർ കഠിനമായി പരിശ്രമിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചതിനെ അവർ സത്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാറ്റിനേക്കാളും അവർ പ്രവാചകനെ ഇഷ്ടപ്പെട്ടു. ആ മാർഗമാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. സർവശക്തനായ അല്ലാഹു അതിനെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
പ്രിയപ്പെട്ടവരെല്ലാത്തിനെയും കടന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടാത്തവർ വിശ്വാസികളല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ എങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്, സ്നേഹിക്കേണ്ടത്? പ്രവാചകൻ കാണിച്ചു തന്ന, പ്രവാചകന്റെ സ്വഹാബികൾ വിവരിച്ചു തന്ന മാർഗത്തിലൂടെയാണ്. അതാണ് ഇത്രയും സമയം വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയത്. ഇനി നോക്കുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന പേരില് വലിയ തേക്കൂത്തുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 ജനിച്ചത് എന്നതിന് കൃത്യമായ ഒരു തെളിവില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 മരിച്ചത് എന്നതാണ് കൃത്യമായ രേഖയിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ക്രിസ്താബ്ദം 570 എന്നും 571 എന്ന് പറയണ്ടേ. ആനക്കലഹ വർഷം ആണ് എന്ന് പറയുന്നുണ്ട്. ആനക്കല വർഷത്തിന്റെ 15 വർഷം മുമ്പെയാണ് എന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം വർഷത്തിന്റെ വിഷയത്തിലുണ്ട്. മാസത്തിന്റെ വിഷയത്തിൽ 5 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുഹറം മാസത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, സഫറിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റബീഉൽ അവ്വലിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റജബ് മാസത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ റമളാനിലാണ് എന്നും പറഞ്ഞത് കാണാൻ പറ്റും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച തീയതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 അഭിപ്രായങ്ങള് മുൻഗാമികളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 എന്ന് പറയുന്നുണ്ട്, 8 എന്ന് പറയുന്നുണ്ട്, 9 എന്ന് പറയുന്നുണ്ട്, 12 എന്ന് പറയുന്നുണ്ട്, 17 എന്ന് പറയുന്നുണ്ട്, 18 എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങള് ജനനവുമായി ബന്ധപ്പെട്ട് വർഷത്തിന്റെ കാര്യത്തിൽ, മാസത്തിന്റെ കാര്യത്തിൽ, ദിവസത്തിന്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ മരണത്തിന്റെ വിഷയത്തിൽ റബീഉൽ അവ്വൽ 12 എന്നാണ് കൃത്യമായ രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാന്റെ റസൂല് മരിച്ച ദിവസം പ്രിയപ്പെട്ടവരെ മദീന കരഞ്ഞ ദിവസമാണ്. മദീന കരഞ്ഞു എന്ന് പറയാൻ സ്വഹാബികൾ കരഞ്ഞ ദിവസമാണ്, വിതുമ്പിയ ദിവസമാണ്. ഇന്നിങ്ങനെ പോരുന്ന വഴികളിൽ നമ്മൾ കണ്ടാൽ രാവിലെ പ്രിയപ്പെട്ടവരെ പ്രവാചകരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവരെ ഞാൻ പോരുന്ന വഴിയിൽ കണ്ടു. എന്താ ഉഷാറെന്നോ, തുണിക്ക് ഇങ്ങനെ മടക്കി കുത്തി ട്രൗസറൊക്കെ കാണിച്ച് സിഗരറ്റും വലിച്ചിട്ടാണ് പ്രവാചക സ്നേഹം റോഡിലൂടെ പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നെങ്കിൽ അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്ന മാർഗം നമ്മൾ കൃത്യമാക്കുന്ന പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മാർഗം നമ്മൾ സ്വീകരിക്കുക, അതാണ് വഴി. എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജന്മദിനം എന്ന ആഘോഷത്തിന് നമ്മൾ ആരും സന്നദ്ധമാവുന്നില്ല? പ്രവാചകനോടുള്ള ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പ്രവാചകനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. 2 ആഘോഷങ്ങൾക്ക് പുറമെ മതത്തിൽ 3ാമതൊരു ആഘോഷമാണ് ഇവർ ഉണ്ടാക്കുന്നത്. അള്ളാന്റെ റസൂൽ 2 ആഘോഷയെ പഠിപ്പിച്ചിട്ടുള്ളൂ. അതിന് കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഹദീസിന്റെ പ്രമാണങ്ങളിൽ ഒന്നും നമുക്ക് നബിദിനത്തിന്റെ സുന്നത്തുകൾ എന്ന് പറഞ്ഞൊരു കാര്യം തന്നെ കാണാൻ പറ്റില്ല. കാരണം അതില്ല, അള്ളാന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല. മതം പഠിപ്പിക്കാത്ത പുണ്യവും മഹത്വവും ഇതിന് പ്രചരിപ്പിക്കുന്നത് ശിർക്കൻ വരികൾ, പള്ളികളിൽ നിന്നൊക്കെ മൗലിദിന്റെ ഏടുകളിൽ നിന്ന് കേൾക്കുന്ന ശിർക്കൻ വരികൾ. ഇനിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ പലതും പരസ്യമായി എന്ത് ചെയ്യണം നടക്കുക. സ്ത്രീ പുരുഷന്മാരുടെ കൂടിക്കലര്, മ്യൂസിക്, വഴി തടസ്സപ്പെടുത്തല്, കേക്ക് മുറിക്കല്, പള്ളികളിലൊക്കെ ക്രിസ്ത്യാനികളൊക്കെ പള്ളികൾ അലങ്കരിക്കുന്നത് പോലെ അലങ്കരിക്കുന്ന അവസ്ഥ. ഈ ആഘോഷത്തിൽ പങ്കെടുക്കാത്തവർ പ്രവാചക സ്നേഹം ഇല്ലാത്തവരാണെന്ന് വാദിക്കുന്നവരാണ് നമ്മുടെ നാടിലുള്ളവർ. ഇനി നോക്കൂ നിങ്ങൾ, പൂർത്തിയായി മതം പൂർത്തിയാക്കി എന്ന് പറഞ്ഞു. ഈ മതം പൂർത്തിയായ മതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളത് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഖുലഫാഉർ റാഷിദീങ്ങളായ 4 ഖലീഫമാരത് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ ചെയ്തിട്ടില്ല. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട്, ആദ്യ 3 നൂറ്റാണ്ടെന്ന് പറഞ്ഞ 3 നൂറ്റാണ്ടിൽ ഒരാൾക്കും ഇത് പരിചയമില്ല. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സൃഷ്ടിയാണ് പ്രിയപ്പെട്ടവർ. ഇത് അഹ്ലുസുന്ന പണ്ഡിതന്മാർക്ക് ആർക്കും ഇത് പരിചയമില്ല. 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് ഇത് പരിചയമില്ല. അതുകൊണ്ട് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്ത ദിനമായത്, ഏറ്റവും വലിയ ആഘോഷത്തിന്റെ ദിനമായി ഇന്ന് കൊണ്ടുപോകുന്ന രീതിയാണ് കാണുന്നത്. ആ രീതിയെ നാം ഒരിക്കലും പിന്തുടരരുത്, ആ മാർഗത്തെ നാം ഒരിക്കലും അംഗീകരിക്കരുത്. നേരെ മറിച്ച് ഒരു ചെറിയ കാര്യം, വഴിയിലിങ്ങനെ കിടക്കുന്ന ഒരു കുപ്പിച്ചില്ലോ ഒരു മുള്ളോ അതിങ്ങനെ വേലിയായൊക്കെ എടുത്തിട്ടാലേ അത് അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമാണ്. നമ്മുടെ മുമ്പിലൂടെ നമുക്കെതിരെ വരുന്ന ഒരാളോട് ഒന്ന് നമ്മളിങ്ങനെ പുഞ്ചിരിച്ചാൽ
അത് അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. കാരണം അത് റസൂല് പഠിപ്പിച്ചതല്ലേ. നിസ്കാരത്തിന് കൃത്യമായി ജമാഅത്തിന് നമ്മൾ വന്നാലേ അത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. ഒരു രോഗിയെ നമ്മൾ സന്ദർശിച്ചാൽ അത് അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം. അതൊക്കെ റസൂലിന്റെ നിർദ്ദേശങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ്. അതൊക്കെ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. സർവശക്തനായ അള്ളാഹു എല്ലാത്തിനേക്കാളും അവന്റെ പ്രവാചകനെ സ്നേഹിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.